കുറച്ച് ദിവസം മുന്നേ ആവേശം എന്ന സിനിമ കണ്ടു. അതിലൊരു അമ്മയുണ്ട്. ആ അമ്മയുടെ മകനോട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോനെ നീ ഹാപ്പി അല്ലേ? അതേപോലെ തന്നെ മകന്റെ കൂട്ടുകാരോടും ചോദിക്കും. ഈ സിനിമയിലുടനീളം ഉണ്ടത്. ഈ എല്ലാവരോടും ഈ അമ്മ ചോദിക്കുന്നത് മോനെ നീ ഹാപ്പി അല്ലേ എന്നാണ്. അപ്പോൾ ഒരിക്കൽ അവന്റെ മകന്റെ റൂംമേറ്റിനോട് ചോദിക്കും ഇതുപോലെ, മോനെ നീ ഹാപ്പി അല്ലേ? അപ്പം അവന്റെ ഒരു വളരെ നിസ്സംഗമായിട്ടൊരു ചോദ്യമുണ്ട്, എന്തിനാണ് താൻ ഹാപ്പി ആവണ്ടെന്നുള്ള ഒരു ഇന്റലക്ച്വൽ ചോദ്യമൊന്നുമില്ല, പക്ഷെ വളരെ നിസ്സാരമായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ സിനിമ കണ്ട് കഴിഞ്ഞ് പിന്നീട് എൻ്റെ മനസ്സിൽ അവിടെ കിടന്നിരുന്നൊരു ഒരു സ്പീച്ച് ഉണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സൂസൻ ഡേവിഡിന്റെ ടെഡക്സ് ടോക്ക്. അതിൽ ഈ ഫേക്ക് ഹാപ്പിനെസ് നമ്മളെ എത്രത്തോളം തളർത്തുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു സ്പീച്ചാണത്. അപ്പൊ ആ സ്പീച്ചിൽ അവര് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ നിലനിർത്തുന്ന ഒരു സൊസൈറ്റി, ഒരു കൾച്ചർ രൂപപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും നമുക്ക് ഒരുപാട് വൈകാരികതകളുണ്ട്, കുറേ വൈകാരികളുടെ ഒരു കൂട്ടമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം അതിനെ പൊതുസമൂഹം പലപ്പോഴും ബാഡ് അല്ലെങ്കിൽ പിന്നെ ഗുഡ് എന്ന് പറഞ്ഞ് വേർതിരിക്കുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് വേർതിരിക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ വന്ന് സമൂഹം എന്തായി തീർന്നു എന്ന് വെച്ചാൽ, ഒരു പോസിറ്റിവിറ്റിയെ മാത്രം നിലനിർത്തുന്ന, മറ്റുള്ള സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വൈകാരികത അവഗണിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന ഒരു മാർഗത്തിലേക്ക് സൊസൈറ്റി വന്നിട്ടുണ്ട് എന്നാണ് സൂസൻ ഡേവിഡ് പറയുന്നത്. സൂസൻ ഡേവിഡ് ഇത്തരം പോസിറ്റീവായിട്ട് നിൽക്കേണ്ടതിൻ്റെ ഒരു ജീവിതാനുഭവം അവരുടെ ജീവിതത്തിൽ വന്നതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ അവരുടെ ഈ ഒരു പഠനം ആരംഭിക്കുന്നത്. അവരുടെ 15-ാമത്തെ വയസ്സിൽ അവരുടെ അച്ഛൻ മരിച്ചു. അച്ഛൻ അന്ന് 42 വയസ്സായിരുന്നു. അവര് ആ മരിക്കുന്ന സമയത്ത് അവര് ആ മരണത്തിന് ശേഷം അവർ കടന്നു പോകുന്നത് ഈ പോസിറ്റിവിറ്റി നിലനിർത്തിക്കൊണ്ടാണ് അവർ കടന്നു പോകുന്നത്. പോസിറ്റിവിറ്റി പറഞ്ഞാൽ കാണുന്നവരൊക്കെ പറയും അവരെ കുറിച്ച് വളരെ ഓക്കെയാണ്, വളരെ ഏബിളാണ് എന്നൊക്കെ അവരോട് പറയും. പക്ഷെ അവരുടെ ഉള്ളിൽ വളരെ നീറാണ്. കാരണം അവർക്ക് അത്ര വലിയ സാമ്പത്തികമൊന്നുമില്ല, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അമ്മ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ഇതൊക്കെ അവരുടെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ട്. പക്ഷെ അവര് ഈ പ്രകടിപ്പിക്കുന്നത് പോസിറ്റിവിറ്റി മാത്രമാണ്, ഞാൻ ഓക്കെയാണെന്നുള്ള ഒരു കാര്യം. അവരുടെ സങ്കടങ്ങളൊന്നും ആരോടും അവർ കാണിക്കുന്നില്ല. പക്ഷെ ഒരു ടീച്ചർ മാത്രം, സ്കൂളിൽ ഒരു ടീച്ചർ മാത്രം ഇത് തിരിച്ചറിഞ്ഞെന്നാണ് അവരുടെ സ്പീച്ചിൽ പറയുന്നത്. ആ ടീച്ചർ വളരെ സ്വകാര്യമായി ഇവർക്കൊരു ബ്ലാങ്ക് നോട്ട് ബുക്ക് നൽകുകയാണ്. അങ്ങനെ സൂസനോട് പറയാണ്, സൂസൻ നിന്റെ മനസ്സിലുള്ളത് മുഴുവൻ ഈ ബുക്കിലേക്ക് എഴുതണം, മറ്റാർക്കും വായിക്കാൻ വേണ്ടിയല്ല. നിന്റെ വികാരങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഇതിലേക്ക് പകർത്തുക എന്ന്. അങ്ങനെ ആ പ്രകടിപ്പിക്കലാണ് താൻ അനുഭവിക്കുന്ന വികാരങ്ങളെയൊക്കെ ആ ഹൃദയം തുറന്ന് അതിലേക്ക് എഴുതുമ്പോഴാണ് താൻ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നും ഉള്ള ഒരു പ്രകടനം അവർക്ക് വരുന്നത്. അന്ന് തൊട്ടാണ് അവർ ഈ ഫേക്ക് ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ അവരുടെ എല്ലാ സങ്കടങ്ങളും അവരനുഭവിക്കുന്ന വികാരങ്ങളൊക്കെ ഒട്ടും മറയില്ലാതെ ആ പുസ്തകത്തിലേക്ക് എഴുതുകയാണ്. അന്നാണ് ആ കാഴ്ചപ്പാട് അവരിൽ രൂപപ്പെട്ടു തുടങ്ങുന്നത്. അതായത് ജീവിതത്തിന്റെ സൗന്ദര്യം എന്നത് അതിന്റെ ദുർബലതകൾ കൂടി ചേർന്നതാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് അന്ന് മുതലാണ് സൂസൻ എത്തുന്നത്. സൂസൻ ഡേവിഡ് 70,000-ഓളം ആളുകളിൽ നടത്തിയ ഒരു പഠനത്തില്, ഒരു സർവേയിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 1/3 ആളുകളും ഇങ്ങനെ ഫേക്ക് പോസിറ്റിവിറ്റി, അതായത് അവരുടെ സ്വാഭാവിക വികാരങ്ങളെ പുറത്ത് കാണിക്കാൻ പറ്റാതെ ജീവിക്കുന്ന ആളുകളാണ്. അത് വലിയ രീതിയിൽ അവരുടെ ജീവിതത്തെ പിന്നീട് ബാധിക്കുന്നു എന്നാണ് സൂസൻ ഡേവിഡ് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു വികാരത്തെയും നമ്മൾ മാറ്റി നിർത്തിയാൽ അത് നമ്മളെ കൂടുതലായിട്ട് ആകർഷിച്ചു കൊണ്ടിരിക്കും. ഏതുപോലെ എന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അത് കഴിക്കുന്നില്ല എന്ന് വാശി പിടിക്കും തോറും അത് നമ്മളെ കൂടുതൽ ആകർഷിച്ചു കൊണ്ടിരിക്കും. അതുപോലെ നമ്മളെ മോശം വികാരത്തെ സ്വാഭാവികമായി നമ്മൾ തിരിച്ചറിയുകയും നമ്മളിലൂടെ കടന്നു പോവുകയും ചെയ്യേണ്ട ഒരു മോശം വികാരം എന്നൊരു സ്വാഭാവിക വികാരത്തെ നമ്മൾ മാറ്റി നിർത്തിയാൽ അത് നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കും എന്നതാണ് സത്യം.
നമ്മൾ അതിനെ കീഴടക്കുകയാണ് അതിനും ഏറ്റവും നല്ല വഴി എന്നാണ് സൂസൻ ഡേവിഡ് നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു ഉപാധി. ഇങ്ങനെ സ്വാഭാവിക വികാരങ്ങളെ നമ്മൾ നല്ലതും ചീത്തയും എന്ന് പറഞ്ഞ് വേർതിരിക്കുന്ന സ്വഭാവവും ശീലവും നമ്മൾ ആർജിക്കുന്നത് കാരണം നമ്മളിപ്പോ പലപ്പോഴും ക്യാൻസർ ബാധിതനായ ആളോട് പോലും ബി പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട് എന്ന് വളരെ യാന്ത്രികമായിട്ട്, അങ്ങനെ ഹൃദയത്തിൽ തട്ടിയൊന്നല്ല, യാന്ത്രികമായി നമ്മളൊരു ക്യാൻസർ ബാധിതനോട് പോലും പറയുകയാണ് ബി പോസിറ്റീവ് എന്ന്. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ പലപ്പോഴും, അതുകൊണ്ട് തന്നെ കുട്ടികളോട് ഇടപെടുമ്പോഴൊക്കെ ദേഷ്യമൊക്കെ അവരുടെ സ്വാഭാവികമായിട്ടുള്ളൊരു റിയാക്ഷനാണ്. അവരോടും പറയും നമ്മൾ ബി പോസിറ്റീവ് എന്ന്. ഇതൊക്കെ സൂസന്റെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നിരീക്ഷണങ്ങളാണ്. ആ നിരീക്ഷണങ്ങളാണ് പോസിറ്റിവിറ്റി എത്രത്തോളം ഫേക്കാണ് പലപ്പോഴും നമ്മൾ പോസിറ്റിവിറ്റിയെ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ പോസിറ്റിവിറ്റിയെ വളർത്തുന്നത് വളരെ ഒരു സ്വേച്ഛാധിപത്യം, പോസിറ്റിവിറ്റിന്റെ ഒരു സ്വേച്ഛാധിപത്യം സമൂഹത്തിനിടയിലും കുടുംബങ്ങൾക്കിടയിലും വ്യക്തികൾക്കിടയിലും വരുന്നുണ്ട്. ഈ ഫേക്ക് പോസിറ്റിവിറ്റി നമ്മുടെ കുട്ടികളെയും നമ്മൾ പഠിപ്പിക്കുന്നു. അത്തരം ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരവും ദയാരഹിതവുമായി പോകുന്നുണ്ടോ എന്ന് സൂസൻ പറയുന്നു. ഇതിന്റെ അർത്ഥം സൂസനോ ഞാനോ ഹാപ്പിനെസ്സിന് എതിരാണ് എന്നല്ല. വളരെ ഹാപ്പിനെസ് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, സന്തുഷ്ടമാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. എന്നാൽ നമ്മൾ ഈ ഫേക്ക് ഹാപ്പിനെസ്സിലൂടെ നമ്മളെ കൊണ്ടുപോകുമ്പം ഉണ്ടാകുന്ന നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ വികാരങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെടുമെന്നാണ്. നമ്മൾ അതിനെ മനസ്സിലാക്കുകയോ അത് കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നേറാനുള്ള ശേഷിയും നമുക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം ലോകവും ചുറ്റുപാടുകളും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല. പലതരത്തിലുള്ള വൈകാരികമായ വൈവിധ്യങ്ങൾ ചേർന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായ വികാരങ്ങളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ പഠനത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഐ ആം സ്ട്രെസ്ഡ്, അല്ലെങ്കിൽ ഐ ആം ആംഗ്രി എന്ന് പറയും. ഇതിന് പകരം നമ്മളല്ല ആംഗ്രി എന്ന്, ആ ദേഷ്യത്തെ ഞാൻ അറിയുന്നു എന്ന തരത്തിലേക്കും ആ പിരിമുറുക്കത്തെ ഞാൻ അറിയുന്നു എന്ന തരത്തിലേക്കും നമ്മളെ കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ വൈകാരികതയെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വൈകാരികതയെ എപ്പോഴും ഒരു ഡാറ്റയായി കാണണം എന്നാണ് സൂസൻ പറയുന്നത്. അതൊരിക്കലും ഒരു ഡെസ്റ്റിനേഷൻസ് അല്ല, ഒരു ഉപദേശമല്ല. വൈകാരികത എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ആ സാഹചര്യത്തെ നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു റിസോഴ്സ് ആയിട്ട് മാത്രം വൈകാരികതയെ കാണണം എന്നാണ് സൂസൻ നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ആധികാരികമായ ഹാപ്പിനെസ്സിലേക്ക്, സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് സൂസന്റെ പഠനങ്ങളെയും ലോകത്ത് നടന്നുള്ള മറ്റു പല പഠനങ്ങളെയും ഉദാഹരിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നു. ഒരുപക്ഷെ എൻ്റെ അച്ഛനാണ് എന്നെ ഇത്തരത്തിൽ പാകപ്പെടുത്തുന്നതിന് സഹായിച്ചത്. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മരണത്തെക്കുറിച്ച് ഉള്ള പേടി കാരണം ഞാൻ രാത്രികളിൽ ഞെട്ടി ഉണരും. അങ്ങനെ അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ തന്ന് അച്ഛൻ എന്നോട് പറയും, സൂസി, എല്ലാവരും മരിക്കും, അതിനെക്കുറിച്ചുള്ള ഭയവും സ്വാഭാവികമാണ്. എന്നിട്ട് അച്ഛൻ പറയും, ധൈര്യം എന്നത് ഭയം എന്നതിൻ്റെ അഭാവമല്ല, ഭയത്തിനോടൊപ്പമുള്ള നടത്തം കൂടിയാണ്. അങ്ങനെയാണ് നമ്മൾ ധൈര്യം ആർജിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ വികാരങ്ങളെയും നമുക്ക് അതായി തന്നെ കാണാനുള്ള ധൈര്യം നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെറിയൊരു ഇൻസിഡന്റ് നടന്നു. വീട്ടിൽ ഞങ്ങളുടേതല്ല, പക്ഷെ ഞങ്ങളുടേതായി വളരുന്ന ഒരു പൂച്ചയുണ്ട്, ദില്ലു. അതിന് 3 കുട്ടികളുണ്ടായി ഒരു 3 ആഴ്ച മുമ്പ്. അങ്ങനെ 3 ആഴ്ച മുമ്പ് ആ കുട്ടികൾ ഇവിടെ ഇങ്ങനെ പല രീതിയിൽ നടക്കും. അങ്ങനെ ഒരു ദിവസം അറിഞ്ഞോ അറിയാതെയോ എന്ന പോലെ ഒരു കുഞ്ഞ് ഒരു അപകടം പറ്റി. പല ആശുപത്രികളിലും കൊണ്ടുപോയി, പക്ഷെ അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. അത് ഞങ്ങളെ വല്ലാതെ ഒരു അവസ്ഥയിലേക്ക്, വീടിനെ തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക്, ഒരു നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി. പലപ്പോഴും കരച്ചിലിന്റെ വക്കത്തല്ല, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ടും എൻ്റെ മകൻ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു,
സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത് ഇത്ര മാത്രമാണ്, അത് ശരിയാണ്, നമുക്ക് ഹൃദയമുണ്ട് എന്നതിൻ്റെ അടയാളം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി എന്ന്. ഇതുപോലെ തന്നെയാണ് പല വികാരങ്ങളും ലേക്ക് വരുന്നത്. നമ്മൾക്ക് പലതും ഉണ്ടെന്നുള്ള അടയാളങ്ങൾ മാത്രമാണ്. ദിസ് ഈസ് സുബാബു സൈലൻസ്. Ending is not ending. We can meet again. So I say goodbye. Thank you.